നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൊൽക്കത്തയിൽ അർദ്ധരാത്രിയിലും നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത്. മമതാ ബാനർജിയുടെ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വാഹനം തടഞ്ഞ് BJP പ്രതിഷേധിച്ചു. മമതാ ബാനർജി വാഹനത്തിൽ എന്തോ കടത്തുന്നു എന്നും പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് BJP വാഹനം തടഞ്ഞത്. ഭവാനിപ്പൂരിലെ കൗണ്ടിംഗ് സെന്ററിൽ മമത എത്തി എന്ന റിപ്പോർട്ട് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മമതയുടെ മണ്ഡലത്തിൽ BJP വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കൊൽക്കത്തയിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് എത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് BJPയും പോരുമുറുക്കി രംഗത്ത് വന്നത്. ഇതോടെ വീണ്ടും രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. തൃണമൂൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ: കൊൽക്കത്തയിലെ ഖുദിറാം അനുശീലൻ കേന്ദ്രത്തിലുള്ള സ്ട്രോങ് റൂമുകളിൽ BJP കൃത്രിമം നടത്തിയെന്നാണ് TMC നേതാക്കളുടെ പ്രധാന പരാതി. മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യമില്ലാതെ BJP പ്രവർത്തകരെ മാത്രം അകത്ത് പ്രവേശിപ്പിച്ച് സ്ട്രോങ് റൂമിലെ ബാലറ്റ് ബോക്സുകൾ തുറന്നു എന്ന് TMC ആരോപിക്കുകയായിരുന്നു. വൈകുന്നേരം 3:30 വരെ തങ്ങളുടെ പ്രവർത്തകർ സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ അവർ മടങ്ങിയ ഉടൻ 4 മണിക്ക് സ്ട്രോങ് റൂം വീണ്ടും തുറക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഇമെയിൽ വന്നുവെന്ന് കുനാൽ ഘോഷ് ആരോപിച്ചു. സ്ട്രോങ് റൂമുകളിൽ ബാലറ്റ് പേപ്പറുകൾ അകത്തേക്ക് മാറ്റുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ CCTVയിൽ കണ്ടുവെന്ന് അവകാശപ്പെട്ട TMC ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. മമതാ ബാനർജിയുടെ രാപ്പകൽ കാവൽ നിർദ്ദേശം. സംഭവത്തിന് പിന്നാലെ കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറത്ത് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ BJPക്ക് അനുകൂലമായ സാഹചര്യത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറും ജാഗ്രത പാലിക്കാൻ മമതാ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുക. എനിക്ക് കാവൽ നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും. അടുത്ത ടീമിന് ചുമതല കൈമാറിയ ശേഷം മാത്രം രാവിലെ ഉറങ്ങാൻ പോവുക, മമതാ ബാനർജി വ്യക്തമാക്കി. അതേസമയം TMCയുടെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടു. ഖുദിറാം അനുശീലൻ കേന്ദ്രത്തിലുള്ള 7 സ്ട്രോങ് റൂമുകളും സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ പുലർച്ചെ 5:15 മുദ്രവെച്ചതാണെന്ന് കമ്മീഷൻ അറിയിച്ചു. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന റൂമുകൾക്ക് പുറമെ പോസ്റ്റൽ ബാലറ്റുകൾക്കായി പ്രത്യേക മുറി സജ്ജീകരിച്ചിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും മറ്റും ബാലറ്റുകൾ തരംതിരിക്കുന്ന നടപടികൾ വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇമെയിൽ വഴി മുൻകൂട്ടി അറിയിച്ചിരുന്നു. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിട്ടുള്ള പ്രധാന സ്ട്രോങ് റൂമുകൾ ഇപ്പോഴും പൂട്ടി സുരക്ഷിതമായിരിക്കുന്നുവെന്ന് ശശി പാഞ്ച്, കുനാൽ ഘോഷ് എന്നിവരെ നേരിട്ട് ബോധ്യപ്പെടുത്തിയതായും ECI വ്യക്തമാക്കുകയും ചെയ്തു.